ഒരു സ്മോള് തട്ടുകട ആദ്യം വിട്ടു, അത് കഴിഞ്ഞപ്പോ ഒരു ബിഗ് കുഴിമന്തിക്കട ഇട്ടേക്കും. ഇതൊക്കെ അഹങ്കാരത്തിന്റെ കൂടുതലാ. പിന്നെ അങ്ങ് പോട്ടെ, ഇതൊക്കെ അങ്ങ് പോട്ടെ. പക്ഷെങ്കിൽ ഇവള് ഇതിന്റെ ഉദ്ഘാടനത്തിന് നാടൊട്ടുക്ക് വിളിച്ചിട്ട് കവിത മാത്രം വിളിച്ചിട്ടില്ല. കവിത പക്ഷെങ്കിൽ അതൊന്നും ഓർക്കുന്നില്ല. കവിത എന്ന് പറഞ്ഞാല് അത്ര അവിടെ കൂട്ടുള്ള സാധനം ഒന്നുമല്ല കവിത. കവിത എന്ന് പറഞ്ഞിട്ട് നേരും നെറുകേടും ഒക്കെ ഉള്ളതാ. അപ്പൊ കവിതയാണെങ്കിൽ ഉദ്ഘാടനത്തിന് പോണം, അടുത്ത് കിടക്കുന്ന മനുഷ്യരല്ലേ, നമ്മൾ വേണം സഹകരിക്കാൻ. അപ്പൊ കവിത അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാം തൂക്കി അലങ്കരിച്ചെല്ലാം ഇട്ടേക്കുവാ, മൊത്തം റിബണും ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അനുമോളെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും, അനുമോളെ സ്വീകരിക്കാൻ അനുമോൾ അവിടുന്ന് അങ്ങോട്ടേ വരുന്നുള്ളൂ. ഇവളെല്ലാം കൂടെ അങ്ങോട്ട് പോയേക്കുന്നത് അനുമോളെ സ്വീകരിക്കാൻ അങ്ങോട്ട്. പ്രധാന കാര്യം എന്തുവാ? ഇവിടെ വിളക്കിരിക്കും, അത് കത്തിക്കണോ? അവള് കത്തിച്ചിട്ടില്ല. കത്തിക്കാതെ പോയി ആ കൊച്ചിനെ വിളിക്കാൻ പോയേക്കുന്നവള്. ഞാൻ ഓർത്ത് ഞാനങ്ങ് കത്തിക്കാം, അവർക്ക് അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ അവര് വന്ന സമയത്ത് 12ാമത്തെ തിരി കത്തിച്ചോണ്ടിരിക്കും. അവര് വരുന്ന സമയത്ത് ഒട്ടനെ ഒട്ടനെ എന്നെ പിടിച്ചു വലിച്ചു മാറ്റിയിട്ട് എന്നോട് പറയുമ്പോ നിന്നെ ആരാടി ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചേന്ന്. എന്നെ ക്ഷണിക്കണം, ഞാൻ ഒന്നുമല്ല അവരുടെ ബന്ധുക്കാരല്ലേ, അടുത്ത് കിടക്കുന്ന മനുഷ്യരല്ലേ, ഇന്ത്യയിലുള്ളവരെല്ലാം സഹോദരന്മാരല്ലേ, അത് ഓർത്താ പോരെ അവർക്ക്. അവൾ എന്നോട് ചോദിക്കുക ഞാൻ ആരാടി? പോട്ടെ, എല്ലാം പോട്ടെ, ഒരിച്ചിരി കുഴിമന്തി അവൾ എനിക്ക് തന്നു.